ഹലോ, ഇന്ന് നമുക്കൊരു ഈസി എയർ ഫ്രൈ ചിക്കൻ റെസിപ്പി നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിലേക്ക് ഞാൻ 600 ഗ്രാം ചിക്കൻ ഡ്രം സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇടുന്നതുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ചില്ലി ഫ്ലേക്സ്, അത് ഓപ്ഷണലാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ തൈര് അല്ലെങ്കിൽ യോഗേർട്ട് ആണെങ്കിലും എടുക്കാം. അത് കഴിഞ്ഞ് സോയാ സോസ്, അത് ഓപ്ഷണലാണ്. അത് കഴിഞ്ഞ് കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതൊന്ന് 2 മണിക്കൂർ മിനിമം സെറ്റാകാൻ എടുക്കണം. ഓവർനൈറ്റ് വെച്ചാലും അത്രയും നല്ലതാണ്. ഇനി നമുക്ക് 2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ എയർ ഫ്രയറിനകത്തൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ ഡ്രം സ്റ്റിക്സ് ഓരോന്നോരോന്നായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫ്രയറിനകത്ത് വെക്കാം. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സ് ആണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 10 മിനിറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ മറിച്ചിട്ടിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മതി. കുറച്ച് ഒന്ന് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്കൊന്നുകൂടെ എയർ ഫ്രയറിനകത്ത് കയറ്റാം. സോ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സോ ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള എയർ ഫ്രൈ ചിക്കൻ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.